ലോക ചാപ്റ്റർ 2 ചന്ദ്ര ലോക ചാപ്റ്റർ 2 ചാത്തൻ. അങ്ങനെ ഒഫീഷ്യലി അത് കൺഫേം ആക്കിയിട്ടുണ്ട്. നമ്മൾ ചാത്തനായിട്ടുള്ള മൈക്കിളും നമ്മളുടെ ചാർലി ഒടിയനും തമ്മിലുള്ള കോൺവെർസേഷനിലൂടെയാണ് ആ ഒരു ഫുൾ കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നത്. അവിടെ ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് അത് എൻഡ് ചെയ്യുന്ന വരെ ആ ഒരു ആനിമേഷൻസ് കാണിക്കുന്നതിൻ്റെ അതുവരെയുള്ള ഒരു പോർഷൻ്റെ ഉള്ളിൽ ലോക ചാപ്റ്റർ 2ഉം അത് കഴിഞ്ഞ് വരാനിരിക്കുന്ന ഒടിയനായിരിക്കാം മേ ബി. ആ രണ്ട് സിനിമകളുടെയും ഇൻട്രൊഡക്ഷൻ പോലെ അവർ രണ്ട് ക്യാരക്ടേഴ്സും ആ രണ്ട് സിനിമകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് തമ്മിൽ സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ചാത്തന്റെ ക്യാരക്ടറായിട്ടുള്ള മൈക്കിൾ കൂടുതൽ സംസാരിക്കുന്നത് DQന്റെ ഒടിയനെ കുറിച്ചാണ്. നിന്റെ ചാപ്റ്റർ ഞാൻ വായിച്ചു എന്ന് പറഞ്ഞിട്ട് ഹിറ്റ്ലറിനെ തട്ടിയ നീയല്ലേ എന്നുള്ളൊരു ചോദ്യം ആ ഒരു ഡയറക്ടർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ DQന്റെ ചാർലി എന്നുള്ള ഒടിയൻ ക്യാരക്ടറിന് ഒരു ഇൻട്രൊഡക്ഷൻ ഒറ്റ വേർഡ് കൊണ്ട് തരികയാണ്. ഒരു വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു പാസ്റ്റ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഒടിയൻ എന്നുള്ളത് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരികയാണ്. മറ്റ് വീഡിയോസിലെല്ലാം ലോകേരെ വീഡിയോസിലെല്ലാം ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൊമിനിക്ക് ഈ ഒരു വേൾഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മിത്തിനെ എടുത്ത് ഫൗണ്ടേഷനായിട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ പ്രസൻറ്റും ഫ്യൂച്ചറുമായിട്ടുള്ള കാര്യങ്ങളെ മിക്സ് ചെയ്തുകൊണ്ടാണ് ഡൊമിനിക്ക് ഈ ഒരു വേൾഡിനെ ബിൽഡ് ചെയ്ത് സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വേൾഡിൻ്റെ ഉള്ളിലേക്ക് ഏത് സ്ഥലത്ത് വെച്ചോ പല തരത്തിലുള്ള മിത്തുകൾ ഇപ്പം നമ്മൾ കറൻ്റ് നമ്മളെ മിത്തും നമ്മളുടെ ട്രഡീഷനും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തതുപോലെ തന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഹോളിവുഡ് ലെവൽ സാധനങ്ങൾ വരെ പല ക്യാരക്ടേഴ്സിലൂടെ ലോക എന്ന വേൾഡിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒടിയൻ എന്ന ക്യാരക്ടർ നമ്മൾ ലാലേട്ടന്റെ സിനിമയിൽ കണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒടിയൻ, ആ ഒരു തെറ്റിദ്ധാരണ നമുക്ക് മാറ്റിത്തരാൻ വേണ്ടിയും കൂടിയാണ് ഇതിനകത്ത് ഇങ്ങനൊരു ഡയലോഗ് പ്ലേസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ഹിറ്റ്ലറെ തട്ടി നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഒടിയൻ ഒരു ഇമ്മോർട്ടൽ ക്യാരക്ടർ ആണെന്നും ഒരു വലിയൊരു പാസ്റ്റ് തന്നെ ഈ ഒരു ഒടിയൻ എന്ന ക്യാരക്ടറിന് ഉണ്ട് എന്നുള്ളതും നമുക്കിത് കിട്ടും. ഈ ഒരു മിത്തിലേക്ക് വരുന്ന സമയത്ത് ഒടിയൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഒടിയൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഈ മിത്തിലുള്ള നോർമൽ ഒടിയൻ്റെ ആ ഒരു ഇതില്ലേ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം അത് മതി. അത് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതുപോലെ ഇമ്മോർട്ടലായിട്ട് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളല്ല. അതേസമയം പാസ്റ്റിലും ഇത്രയും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഫ്യൂച്ചറിൽ നിന്നും പ്രസൻറ്റിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്ത് എടുത്തിട്ടുള്ള ഫൈറ്റിംഗ് രീതികളായാലും അത് പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നിന്ന് പഠിച്ചിട്ടുള്ള പുതിയ അടവുകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ചാർലി ഒടിയൻ എന്ന ക്യാരക്ടറിലുണ്ട്. ഒരു ബ്ലെൻഡാണ് നമ്മുടെ ചാർലി എന്നുള്ള ക്യാരക്ടറൊന്നും കൂടെ ഡയറക്ടർ ഈ ഒരു ഒറ്റ വേർഡിലൂടെ, അതായത് നീ ഹിറ്റ്ലറെ തട്ടിയിട്ടില്ല എന്നുള്ള ഒറ്റ വേർഡിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒടിയൻ എന്ന ക്യാരക്ടർ എത്രത്തോളം പവർഫുൾ ആണ് നമ്മളെ നോർമൽ മിത്തിലെ ഒടിയനേക്കാൾ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ജസ്റ്റ് വേഷം മാറി നടക്കുക എന്നുള്ളതല്ല ആള്, അതിനപ്പുറം ഉണ്ട്. നമ്മൾ ഈ ലോക വേൾഡ് നോക്കുന്ന സമയത്ത് മൂത്തോൻ എന്ന ക്യാരക്ടറാണ് ഏറ്റവും ഫസ്റ്റ് ഹൈറാർക്കിയിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മൾ ഇതുവരെ ചന്ദ്രൻ എന്ന ഫിലിം വെച്ച് നോക്കുന്ന സമയത്ത് വില്ലത്തി ഇഷ്ടാർ എന്ന ക്യാരക്ടറാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതായിട്ട്. അതായത് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള രണ്ട് ഹെഡ് ക്യാരക്ടേഴ്സായിട്ട് നമ്മളെല്ലാം ഹൈറാർക്കി വെച്ചിരിക്കുന്നത് അതാണ്. മൂത്തോനൊപ്പം അല്ലെങ്കിൽ മൂത്തോനെ അടുത്ത് ലെവലിൽ അതേ ലെവലിൽ തന്നെ ഒരു ഹൈറാർക്കി ഉള്ള ഒരു ക്യാരക്ടറാണ് ഒടിയൻ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്ന ഈ ഒരു ടീസർ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ആ കാര്യം ഏകദേശം കറക്റ്റാണ്. ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒടിയൻ്റെ സൈഡിൽ പുറത്തേക്കുണ്ട്. ചാത്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണണമെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് എന്നുള്ള ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്തോ കാര്യങ്ങൾ നമുക്ക് പട്ടേ എന്ന് പറഞ്ഞ് തുടങ്ങാം. ഈ ഒരു ടോവിനോ ചെയ്തിരിക്കുന്ന ഈ ഒരു ചാത്തൻ എന്ന ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ പ്രസന്റേഷൻ ആയാലും പല്ലായാലും ഫേസ് ആയാലും ലുക്ക്, ആ ഒരു ക്യാരക്ടറിൻ്റെ ലുക്ക് ആയാലും അത് ഫുൾ ആ ഒരു രീതിയിൽ പോട്ടെ ഒരു ഫണ്ണി പ്ലസ് ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ലുക്ക് വൈസ് തന്നെ കിട്ടും. ടോവിനോ ഇതിനു മുമ്പ് ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഒറ്റ സിനിമയിൽ തന്നെ ചെയ്ത് നമ്മൾക്ക് ആ ഒരു ടാലൻറ്റ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആക്ടറും കൂടിയാണ്. ആ ഒരു ആക്ടർ ഈ ഒരു ക്യാരക്ടറിനെ എന്ത് സിമ്പിളായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഇത് ഒരേ സമയം ഫണ്ണി ആയിട്ടും ഫീൽ ചെയ്യും, അതേസമയം തന്നെ ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് പവർഫുൾ ആയിട്ടും ഫീൽ ചെയ്യും. ടോവിനോ ആ ഒരു ക്യാരക്ടറിനെ കൊടുത്തിരിക്കുന്നത് ഡെഡ്പൂളിനെയൊക്കെ പോലത്തെ ഒരു കോമിക്കൽ എലമെൻ്റ് ഉള്ള ഒരു ഫണ്ണി പ്ലസ് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. നമ്മൾ ഇതുവരെ കണ്ടത് ഒരു ഫണ്ണി സൈഡ് മാത്രമാണ്. മെയിൻ വില്ലനായിട്ടുള്ള ചേട്ടനായിട്ടുള്ള ചാത്തൻ ഏറ്റുമുട്ടി നിൽക്കാൻ ഒറ്റയ്ക്ക് കെൽപ്പുള്ള ഒരു ചാത്തനും കൂടിയാണ് നമ്മളുടെ ഈ ഒരു മൈക്കിൾ എന്ന് പറയുന്ന ചാത്തൻ. എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ചേട്ടനല്ലേ, ഒരു നിമിഷം എൻ്റെ മനസ്സൊന്ന് മാറിപ്പോയാലോ എന്നുള്ള ആ ഒരു ഒറ്റ റീസന്റെ പേരിലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു ഹെൽപ്പിന് ഒടിയനെയും കൂടെ കൂട്ടി വിളിക്കുന്നത്. അതാണ് അതിൻ്റെ അകത്ത് അങ്ങനെ കാണിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ ഈ ചാത്തൻ്റെ മനസ്സ് ചിലപ്പോൾ മാറിയേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്വന്തം ചേട്ടനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അനിയന് പറ്റാത്തത് കൊണ്ടും ആവാം. ഈ രണ്ട് റീസൺ കൊണ്ടും ആവാം ഒടിയനും കൂടി ഹെൽപ്പിന് വിളിക്കുന്നത്. പിന്നെ ഒടിയനെ ഹെൽപ്പിന് വിളിച്ചേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ ലോക ചാപ്റ്റർ 3 ഒടിയൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിലിമിൻ്റെ ഏറ്റവും എൻഡിൽ ആ ഒരു ക്രെഡിറ്റ്സിൽ ആ ഒരു പാസ്റ്റ് മെൻഷൻ ചെയ്ത് വിസിബിളായിട്ട് കാണിച്ചു തന്ന്
അതുപോലെ ഈ ഒരു ഒടിയൻ്റെ എന്തെങ്കിലും ഒരു പാസ്റ്റിലേക്കുള്ള ഒരു എലമെൻറ്റ് അവിടെ ഇട്ട് വെച്ചിരിക്കും. അത് ചിലപ്പോൾ നമ്മളെ മൂത്തോനുമായിട്ട് എന്തെങ്കിലും ഇതാകുന്ന മൂത്തോനെ എടുത്ത് വളർത്തുന്നതായിട്ടോ മമ്മൂക്ക DQ എന്നുള്ളൊരു കണക്ഷനും കൂടെ ആ ഒരു ഇതിൽ ചെറുതായിട്ടൊന്ന് ടീസ് ചെയ്ത് അവർ ഇത് ക്രെഡിറ്റ്സ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒടിയൻ എന്ന സിനിമയ്ക്ക് വരാൻ പോണ ഹൈപ്പിൻ്റെ ഒരു പവർ എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാമെന്നല്ലേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് വരും വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാം. ആ ഒരു ടീസറിൻ്റെ എൻഡിൽ കാണിക്കുന്ന ഒരു ആനിമേഷൻ, ആ ഒരു ലുക്ക്, ഒരു ആനിമേഷൻ ഇതിലാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. എങ്കിലും ആ ഒരു ആനിമേഷനിൽ കാണിച്ചതിനേക്കാൾ ഭീകരമായിട്ട് ടോവിനോയുടെ ഫേസിൽ അതിനെ ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഇതിനു മുമ്പ് ARM പോലത്തെ ഫിലിംസിലൊക്കെ നമ്മൾ ഇതിന് ഫേസിലും എങ്ങനെയാണ് ഒരു ക്യാരക്ടർ ടോവിനോയുടെ ഫേസിൽ എന്താ പറയുക മാച്ചായി വരിക എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നമുക്ക് ഏകദേശം ആ ഒരു മണിയൻ്റെ ലുക്കൊക്കെ ഫീൽ ചെയ്തെങ്കിൽ പോലും, പക്ഷേ ഇത് മണിയനേക്കാൾ കൊടൂരനായിട്ടുള്ളൊരു ഫേസാണ് വരുന്നത്. അതായത് ഒരു ചാത്തനാണ്, ഒരു ഭ്രാന്തൻ്റെ ഒരു ലുക്ക്, മൊത്തത്തിൽ മുടിയും താടിയൊക്കെ വളർത്തി. അതൊക്കെ ഇനി വെയിറ്റിംഗ് ആണ്, അത് എങ്ങനെയാണ് അതിനെ പ്രസൻറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഈ ഒരു കാര്യം, അതായത് നെക്സ്റ്റ് പാർട്ട് ചാത്തനാണെന്നുള്ളത് ഓൾറെഡി നമുക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ അവർ തന്നിട്ടുള്ള കാര്യമാണ്. അത് അവർ റിവീൽ ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് പോലും അതിന് കിട്ടിയ ആ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, അത് ചന്ദ്ര എന്ന ഒരു ഒറ്റ ഫിലിമിൻ്റെ പവറാണ് ബാക്കിൽ കിടക്കുന്നത്. ഇനി വരാൻ പോകുന്നത് ബിഗ് സ്റ്റാർസുകൾ ഇതിനകത്തുണ്ടാവും, ഹൈ ബഡ്ജറ്റ് ഇതിനകത്ത് ഇൻപുട്ട് ചെയ്യും. നേരത്തെ 30 CR ആണ് ഇട്ടെങ്കിൽ ഇനി അവർ അതിനകത്ത് മാക്സിമം പ്രോഫിറ്റ്സ് അവർ ഈ ഒരു ചാപ്റ്റർ 2 ഇൻക്ലൂഡ് ചെയ്യും. ഒപ്പം ഈ ഒരു സിനിമ കുറച്ചുകൂടെ അപ്സ്കെയിലായി, ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വന്നു. ഈ വേൾഡ് ആൾക്കാർക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി. ഇനി അതിനകത്തേക്ക് അവർക്ക് കുറച്ച് കൊമേഴ്ഷ്യൽ എലമെൻസും കൂടെ അപ്ലൈ ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ നമ്മളുടെ മിത്ത് ഫൗണ്ടേഷനായിട്ട് അവർ ബിൽഡ് ചെയ്തെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഫ്യൂച്ചറും പാസ്റ്റും ട്രഡീഷനിൽ നിന്നൊക്കെ കാര്യങ്ങൾ എടുത്ത് നമ്മളുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള വേൾഡ് അല്ല ലോക. എത്ര വേണോ എന്തൊക്കെ വേണോ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡാണ് ഡൊമിനിക് അരുണും ടീമും ചേർന്ന് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം തന്നെ ഹിറ്റ്ലറിൻ്റെ റെഫറൻസും വാറിൻ്റെ റെഫറൻസും ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒപ്പം മാർവൽ ഫിലിംസിൻ്റെ ചെറിയ എലമെൻസുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാ ഫിലിംസിലും ഈ ഇതുണ്ടാവും, അതായത് ഇൻസ്പിറേഷൻസ് ഉണ്ടാവും, അത് അപ്പിയറൻസ് വൈസ് ആയാലും എല്ലാം. അത് നമ്മൾ എങ്ങനെയാണ് നമ്മളെ സ്റ്റൈലിൽ നമ്മളെ ക്രിയേറ്റിവിറ്റിയിൽ ബ്ലെൻഡ് ചെയ്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ചില കമൻസുകൾ വരുന്നുണ്ട്, ഈ സിനിമ മറ്റ് സിനിമകളിൽ നിന്ന് കോപ്പി അടിച്ചതാണ്, അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആർട്ട് ഫോം എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റർ ക്രിയേറ്റ് ചെയ്ത് എന്നോ വെച്ചിരുന്ന ഒരു സാധനത്തിൽ നിന്നാണ് അതിൻ്റെ തലമുറകളെല്ലാം ഇന്നും നമ്മളായാൽ പോലും ഒരു സാധനം എടുക്കുന്നത്. സ്ക്രാച്ചിൽ നിന്നൊരു സാധനം മൈൻഡിൽ നിന്നെടുത്ത് വെളിയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അവരിത് എന്താണെന്ന് പറഞ്ഞ് നെഗറ്റീവേ പറയൂ. കാരണം 100 പേര് ഒരു കാര്യത്തിന് നേരെ നിൽക്കുമ്പം ഒരാൾ മാത്രം മറ്റൊരു കാര്യത്തിൽ നിൽക്കുവാണെങ്കിൽ അവർ ഈ 100 പേര് ആ ഒരാളെ കുറ്റം പറയുള്ളൂ, അല്ലെങ്കിൽ അയാൾ മണ്ടനാണെന്നേ പറയുള്ളൂ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ അതേസമയം നമ്മളൊരു മറ്റൊരു സക്സസ് ആയ കണ്ടൻറ്റിൽ നിന്ന് ഇൻസ്പയർ ചെയ്തൊരു സാധനം എടുത്ത് നമ്മളെ കണ്ടൻറ്റിൽ അപ്ലൈ ചെയ്ത് അതിനെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം അങ്ങോട്ട് തന്നെ വരും. ഈ ഒരു ഡൊമിനിക് അരുൺ എന്ന് പറയുന്ന റൈറ്ററും ആ ഒരു ടീമിൻ്റെയും വിഷൻ, അവർ ഈ ഒരു വിഷ്വൽ കണ്ടാൽ അറിയാം അത് അവർ അന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണം, എപ്പോഴാണ് ഇത് മാർക്കറ്റ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാം അവർക്ക് കറക്റ്റ് അറിയാം. അപ്പോൾ അവരുടെ പ്ലാൻ എങ്ങനെയാണോ അവർ മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നത് അതേ പടി തന്നെയാണ് നമ്മളുടെ ഈ ഒരു വേൾഡ് ഇതുവരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്റ്റെപ്പും അവർ വളരെ സൂക്ഷിച്ചായിരിക്കും മുമ്പോട്ട് വെക്കുന്നത്. കാരണം ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. കറക്റ്റ് പ്ലാനോടുകൂടി അവർ ചെയ്യട്ടെ. കാരണം നമ്മളെ ഫൗണ്ടേഷൻ നല്ല ബേസ്മെൻറ്റ് കറക്റ്റായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഭാഗം സേഫാണ്. അവരിനി എടുക്കുന്നത് ഇപ്പം ചെയ്തതിൻ്റെ മുകളിലേക്ക് സസ്പെൻസും കാര്യങ്ങളും കൊടുത്ത് ആ കണ്ടൻറ്റിന് ക്വാളിറ്റി കൊടുത്ത് അവർ ഇറക്കി കഴിഞ്ഞാൽ ഇത് നമ്മളെ ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ളത് പിന്നെയും റെക്കോർഡുകൾ തൂക്കും. എനിവേ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. ഈ ഒരു ഇങ്ങനൊരു യൂണിവേഴ്സ് നിങ്ങൾ ഇതിനകത്തേക്ക് ബിൽഡ് ചെയ്ത് ഇറക്കിയത്. കാരണം നമ്മളിപ്പോഴുള്ള സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും സിനിമയെക്കുറിച്ച് പഠിക്കുന്നവർക്കൊക്കെ അത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മേ ബി എല്ലാം സെറ്റായി വരട്ടെ. നമ്മുടെ ലോഡ്ലർ അൺഫോൾസ് എന്ന് പറയുന്ന ആ ഒരു പ്ലേ ലിസ്റ്റിനെ ഞാൻ എടുത്ത് പുതിയ ചാനലിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കൊടുത്തേക്ക് ആ ചാനലിൻ്റെ ഇത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ആ ചാനലിലേക്ക് ഒന്ന് പോവുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കുക. നെക്സ്റ്റ് എപ്പിസോഡുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. കയറി വാ, അങ്ങോട്ട് വാ, ഇവിടെ വാ. അടുത്ത ഇഷ്താറിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടാനിരുന്നത്. അത് ഞാൻ സ്ക്രിപ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇട്ടുതരാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടുക. കാരണം വീഡിയോ കണ്ടാൽ മാത്രം മതി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അത്രയുള്ള ഗൈസ്. അപ്പോൾ ഇതിനേക്കാൾ വീഡിയോ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.